വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പുലാമന്തോൾ പാലൂർ ആലഞ്ചേരിയിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയിടഞ്ഞു. ആനയെ തളയ്ക്കാനുള്ള ശ്രമത്തിനിടെ ആനയുടെ കുത്തേറ്റ് പാപ്പാൻ കൊല്ലപ്പെട്ടു. മണിക്കൂറുകളോളം പ്രദേശത്തെ മുൾമുനയിൽ നിർത്തിയ കൊമ്പനെ ഉച്ചയോടെയാണ് തളയ്ക്കാനായത്. നിരവധി വാഹനങ്ങളും കടകളും ആന തകർത്തു. പാലൂർ ആലഞ്ചേരി ക്ഷേത്രത്തിലെ ചുറ്റുവിളക്ക് ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയാണ് ചൊവ്വാഴ്ച രാവിലെ 11:30 മണിയോടെ ഇടഞ്ഞത്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഗണപതി എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. ക്ഷേത്രത്തിനോട് ചേർന്നുള്ള സ്കൂൾ ഗ്രൌണ്ടിൽ വെച്ചായിരുന്നു സംഭവം. ഇടഞ്ഞ ആനയെ തളയ്ക്കുവാനുള്ള ശ്രമത്തിനിടെ ആനയുടെ കുത്തേറ്റ് ഒന്നാം പാപ്പൻ കോട്ടയം മല്ലപ്പുള്ളി സ്വദേശി PV അനിൽകുമാർ കൊല്ലപ്പെട്ടു. 44 വയസ്സായിരുന്നു. ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. തുടർന്ന് ആന ഗ്രൌണ്ടിലുണ്ടായിരുന്ന വാഹനങ്ങൾ തച്ചു തകർത്തു. പാലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും ആന കയറിയത് കുട്ടികളെയും പരിഭ്രാന്തിയിലാഴ്ത്തി. സ്കൂളിലെ പരീക്ഷയും തടസ്സപ്പെട്ടു. തുടർന്ന് ആന പാലൂർ പുലാമന്തോൾ പാതയിലൂടെ ഏറെ നേരം സഞ്ചരിച്ചു. ഇതിനിടെ പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. വീടുകളിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളും ആന തകർത്തു. ഗതാഗതവും തടസ്സപ്പെട്ടു. അതിൽ രണ്ടു ഒരു ചേച്ചിയും ഇന്നത്തെ കാര്യം ഞാൻ ആൾക്കാർ തന്നെയുണ്ട്. നിങ്ങൾക്ക് കൊടുക്കുന്ന ആന മുതലല്ലേ തുടർന്ന് പുലാമന്തോൾ ട്രാൻസ്ഫോമറിന് സമീപം നിലയുറപ്പിച്ച ആന ഏറെ നേരം കുറുമ്പ് കാട്ടി നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി. പെരിന്തമണ്ണ പോലീസിന്റെ നേതൃത്വത്തിലുള്ള വലിയ സംഘം സ്ഥലത്തെത്തിയിരുന്നു. സംഭവം അറിഞ്ഞ ആയിരങ്ങളാണ് പാലൂരിലേക്ക് എത്തിയത്. ജനത്തെ നിയന്ത്രിക്കുവാനും പോലീസ് നന്നേ പാടുപെട്ടു. ഇന്നത്തെ കാര്യം കല്ലറില്ല
ഞാൻ ആൾക്കാർ വലിയുള്ളൂ. അത് ഒന്നറിയിച്ചിട്ടോ ഉച്ചയോടെ പാപ്പാന്മാരുടെ നേതൃത്വത്തിൽ കാലിനെ വട്ടമിട്ട് ആനയെ തളയ്ക്കുകയായിരുന്നു. മയക്കുവെടി വിദഗ്ധരും സ്ഥലത്തെത്തി മയക്കുവെടി വെച്ചു. പ്രദേശത്തെ മണിക്കൂറോളം വീതിയുടെ മുൾമുനയിൽ നിർത്തിയ കൊമ്പനെ 4 മണിക്കൂർ പിന്നിട്ടതിനു ശേഷമാണ് തളയ്ക്കാനായത്.